സംഘർഷം ഡൊണാൾഡ് ട്രംപ് കൈകാര്യം ചെയ്താൽ അമേരിക്കയുടെ തകർച്ചയ്ക്ക് അത് കാരണമാകുമെന്ന് വ്യക്തമാക്കുകയാണ് വിദഗ്ധർ. ഇറാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് യുഎസിനില്ല എന്ന സൂചനയാണ് ഇതിലൂടെ നൽകുന്നതെന്നും ചില നിരീക്ഷകരും വ്യക്തമാക്കുന്നുണ്ട്. ഇറാനുമായുള്ള സംഘർഷം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൈകാര്യം ചെയ്യുന്നതിനെ ബുധനാഴ്ച ഹൗസ് ഓഫ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയുടെ മുതിർന്ന ഡെമോക്രാറ്റിക് നിയമനിർമ്മാതാക്കൾ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ദേശീയ പ്രസംഗത്തിന് മുന്നോടിയായി വർദ്ധിച്ചുവരുന്ന മാനുഷിക, സാമ്പത്തിക, ഭൗമരാഷ്ട്രീയ ചിലവുകൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. പ്രസിഡന്റ് ട്രംപ് ഏകപക്ഷീയമായി ഇറാനുമായുള്ള തന്റെ തിരഞ്ഞെടുപ്പ് യുദ്ധം ആരംഭിച്ചിട്ട് ഒരു മാസത്തിലേറെയായി. അദ്ദേഹം തന്റെ തെറ്റായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അടുത്തെത്തിയിട്ടില്ല എന്നും റാങ്കിംഗ് അംഗങ്ങളായ ഗ്രിഗറി മിക്സ്, ആദം സ്മിത്ത്, ജിം ഹിംസ് എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാനുമായുള്ള സംഘർഷത്തിന്റെ കാര്യത്തിൽ അർത്ഥവത്തായ തന്ത്രപരമായ ഫലങ്ങൾ നേടുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടുവെന്ന് നിയമനിർമ്മാതാക്കൾ വാദിച്ചു. ഇറാൻ ഭരണകൂടത്തിന് ഇനിയൊരു ആണവ പദ്ധതി പിന്തുടരാനോ ബലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനോ തീവ്രവാദ പ്രോക്സികളെ പിന്തുണയ്ക്കാനോ കഴിയില്ലെന്നും ഉറപ്പാക്കാൻ അടിസ്ഥാനപരമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ദീർഘകാലമായി ദുരിതമനുഭവിക്കുന്ന ഇറാനിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിലും അദ്ദേഹം പരാജയപ്പെട്ടു. ആ ലക്ഷ്യങ്ങളൊന്നും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, പ്രസിഡന്റ് ട്രംപിന്റെ യുദ്ധം ഈ മേഖലയിലും ലോകത്തും അഗാധമായ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അവർ മുന്നറിയിപ്പ് നൽകി. മനുഷ്യരുടെയും വസ്തുക്കളുടെയും എണ്ണം എടുത്തു കാണിച്ചുകൊണ്ട് പ്രസ്താവന കൂട്ടിച്ചേർത്തു. 13 യുഎസ് സൈനികരുടെ മരണം, നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റത്, കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന യുദ്ധോപകരണങ്ങൾ ചിലവഴിക്കപ്പെട്ടത്, സൈനിക ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതോ നശിച്ചതോ എന്നിവ അമ്പരപ്പിക്കുന്ന ചിലവുകളിൽ ഉൾപ്പെടുന്നു. 150-ലധികം ഇറാനിയൻ സ്കൂൾ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഇറാനിയൻ സിവിലിയന്മാർ കൊല്ലപ്പെട്ടു. ട്രംപ് കൂട്ടനാശം അഴിച്ചുവിട്ടതിന്റെ ഫലമായി എണ്ണമറ്റ വ്യക്തികൾ അമേരിക്കയ്ക്കെതിരെ തീവ്രവാദികളായി മാറിയിരിക്കുകയാണ്. വളം, ഹീലിയം, എണ്ണ എന്നിവയുൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളുടെ ഒഴുക്ക് ഗണ്യമായി കുറയുന്നത് യുഎസിനെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും സാരമായി ബാധിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഡെമോക്രാറ്റുകൾ വിശാലമായ ആഗോള സാമ്പത്തിക തടസ്സങ്ങളെയും ചൂണ്ടിക്കാട്ടി. സംഘർഷം മിഡിൽ ഈസ്റ്റിലെ ശത്രുതയിൽ മുക്കിയെന്നും പ്രധാന സഖ്യകക്ഷികളുമായുള്ള ബന്ധം വഷളാക്കിയെന്നും അവർ കൂട്ടിച്ചേർത്തു. ട്രംപ് വീണ്ടും അധികാരമേറ്റതിനു ശേഷം സഖ്യകക്ഷികളെയും പങ്കാളികളെയും അപമാനിക്കുകയും ഇകഴ്ത്തുകയും നിർബന്ധിക്കുകയും തരം താഴ്ത്തുകയും ചെയ്തതിനു ശേഷം നമ്മുടെ ഏറ്റവും പഴയതും വിശ്വസ്തരുമായ ചില പങ്കാളികൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ യുദ്ധത്തെ പിന്തുണയ്ക്കാൻ നിർബന്ധിതരായിരിക്കാൻ വിസമ്മതിച്ചു. നിയമനിർമ്മാതാക്കൾ പറഞ്ഞു, ഭരണകൂടം വ്യക്തമായ തന്ത്രപരമായ നേട്ടം പ്രകടിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് വാദിച്ചു. സമീപനത്തിൽ മാറ്റം വരുത്തണമെന്ന് നിയമനിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടു. ഇവിടെ നിന്ന് നമ്മൾ എവിടേക്ക് പോകുന്നു? ഈ യുദ്ധം അദ്ദേഹം എങ്ങനെ അവസാനിപ്പിക്കും? തന്റെ യുദ്ധത്തിലൂടെ അദ്ദേഹം സൃഷ്ടിച്ച വിശാലമായ അസ്ഥിരതയെ അദ്ദേഹം എങ്ങനെ പരിഹരിക്കും എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കേൾക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കി. ഇറാനുമായി ഉടൻ തന്നെ ഒരു വെടിനിർത്തൽ ചർച്ച നടത്താനും നയതന്ത്ര പരിഹാരം കണ്ടെത്തുന്നതിനുമായി പ്രവർത്തിക്കാനും ഞങ്ങൾ പ്രസിഡന്റിനോട് അഭ്യർത്ഥിക്കുന്നു. ചിലവ് കൂടുതൽ വിനാശകരമാകുന്നതിനും വിജയിക്കാനാവാത്തതും എന്നേക്കുമായി സംഭവിക്കുന്നതുമായ മറ്റൊരു യുദ്ധത്തിലേക്ക് നാം കടക്കുന്നതിനു മുൻപ് അദ്ദേഹത്തിന്റെ വിനാശകരമായ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരേ ഒരു വിശ്വസനീയമായ മാർഗമാണിതെന്നും അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.